എവിടെ വീണെടുക്കണ ചക്ക? അവിടെ ഉണ്ടോ? ഹലോ, നമ്മൾ പുഴയ്ക്ക് പോവാണ്. നല്ലൊരു ക്ലൈമറ്റ് ഇതുകൊണ്ട് അനുമോള് വരുന്നുണ്ട്. ഒന്നുമില്ല, പുഴയിലിപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് വെള്ളം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ വെള്ളമൊക്കെ എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി വെക്കാൻ കേട്ടോ. വീഴാതെ ബാക്കിൽ വായട്ടാ. നായ്ക്കളുണ്ടോയെന്ന് അറിയില്ല, പുഴയിൽ ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയൊക്കെയാണ്. ഞാനൊരു വട്ടം ഒരു റീൽ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പുഴയിൽ പോണ വീഡിയോ. പുഴതാ അങ്ങനെ ആയിട്ടുണ്ട്, ഒരു കുറുക്ക് വഴിയാണ്. ഇങ്ങനെയാണ് നമുക്ക് പുഴയ്ക്ക് ഇറങ്ങാം. നായ്ക്കളുണ്ടോന്നൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ബാക്കിൽ മെല്ലെ വാട്ടാ, വീടരുതേ. വാ, സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ആ ഓക്കെ, മെല്ലെ. ആകെ മണൽ ഇതൊക്കെ കൂട്ടിട്ട് വീഴാൻ പോവണ്ട. ഇനി വീഴൂല കേട്ടാ, ഇനി മണലാണ്, ഇനി വീഴൂല. എന്താണ്? ട്രെയിനാണ്. ഏതാ ട്രെയിന്? കാണണ്ട, ട്രെയിൻ പോണക്ക. പാലത്തിന്റെ പേര് ശരിക്കും എനിക്കറിയില്ല എന്താണെന്ന്. അതാണ് പുഴ ആകെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം മഴ വന്നിട്ടുണ്ട്. ഞാനന്ന് റീലിട്ടേനേക്കാളും അല്ലേ നല്ല വെള്ളം, മഴയെല്ലാം വെള്ളം വന്നിട്ടുണ്ട് അത്യാവശ്യം. അയ്യോയ്യോ, രണ്ടോ അന്ന് ഇട്ടേനേക്കാളും എത്രയോ വെള്ളം കേറിയിട്ടുണ്ട്. പാലത്തിന്റെ പേര് കറക്റ്റ് അറിയില്ല, ഉമ്മ പറയലുണ്ട് ആ പാലത്തിന്റെ പേര്. തോണി പിടിക്കുന്നുണ്ട്. നോക്കണോ? ഈ ഒരു പാലം പണിയുടെ വർക്കിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ചരൽ വർക്കാനല്ല. എന്തിനാ വന്നിരുന്നു? ഞാനവിടെ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ ഇരുമ്പിളിയാണ്, ഇത് ഉടല്ലൂർ. ഇത് പാലക്കാട് ജില്ല, അത് മലപ്പുറം ജില്ല. അത് ഇരുമ്പിളിയും ഭാഗമാണ് കാണുന്നതൊക്കെ. ഇതൊക്കെ എന്താണാവോ വീട്. പിന്നെ ഇത് കോളേജാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതെ, ഇതൊരു കോളേജ് എന്തോ ആണ് സംഭവം. അപ്പോൾ നമ്മളന്ന് പാലത്തിൻ്റെ അവിടേക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അവിടേക്ക് പോകാൻ വിചാരിക്കുന്നുണ്ട്. ആ പാലല്ല, ഈ പാലം. ഓക്കെ, എന്തിനാണ് അവർക്ക് പൊറിച്ചുണ്ടാക്കിയിട്ടാണ്? ഇനി പൊട്ടൂടി വിട്ടൂട്. ഇത് ഇതുമൊന്നും പെറുക്കരുതിട്ടാ, കോൺക്രീറ്റ് ഒന്നും പെറിച്ചുണ്ടാക്കല്ലേ മോളെ. ഇങ്ങനെ ചെറുങ്ങനല്ല അല്ലേ. വാ, ഇനി നല്ല മഴ വരുന്നതിൻ്റെ മുന്നേ നമുക്ക് അവിടെ പോയി വരണം. വാ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. നിറഞ്ഞാൽ പ്രളയമാവോ, ഇങ്ങോട്ട് കെട്ടും കടഞ്ഞ് വെള്ളം വരുമോന്ന് അറിയില്ല. ഒഴുക്ക് കാണാണ്ട് അത്യാവശ്യം നല്ല വെള്ളം വരവും കാണാനുണ്ട്. മഴ ഇങ്ങനെ പെയ്യല്ലേ, നിൽക്കാതെ ഒരു 2-3 ദിവസം നല്ല മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ മിക്കവാറും കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയോക്കാം. എന്തെങ്കിലും ഇതെന്താണെന്ന് അറിയാൻ പറ്റും. ഉമ്മ പറയല് കാട്ടുപോയിയാണെന്നാണ്. പേരെന്താണെന്ന് നമുക്ക് അറിയത്തില്ല അതിൻ്റെ. നല്ല പിന്നീട് കാണാം. പോയി. ഓക്കെ, നമ്മളിനി പാലത്തിനോടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. വേഗം പോയി വരണം. ഇവമോള് ഉറങ്ങുകയാണ്. കൊച്ചുണരുന്നതിൻ്റെ മുന്നേ പോയി വരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊരു ഫിഷറീസ് വകുപ്പിൻ്റെ എന്താന്ന് വായിച്ചു നോക്കിക്കോളി, എനിക്ക് വായിച്ചു തരാൻ വയ്യ. ഏകദേശം പാലത്തിൻ്റെ അടുത്ത് എത്താനായി ഗായ്സ്. റിമോട്ടോ? ഈ കെട്ടിടം കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കെട്ടിടങ്ങളാണ്. ഇത് ഇതുവരെയായിട്ടും പണി കഴിഞ്ഞിട്ടില്ല. അത് എന്ത് കെട്ടിടമാണെന്നുള്ള ഫലം മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യം ഇതുമതി പണിയുടെ അടിയിൽ കൂടെ ഒക്കെ നമ്മൾ കുറേ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് തോന്നുന്നു. പിന്നെ മേലൊക്കെ എങ്ങനെ കയറുമെന്ന് അറിയില്ല, ഐഡിയ ഇല്ല. നമുക്കൂടെ ആൾക്കാർ കയറുന്നുണ്ട്, പക്ഷെ അങ്ങനെ കയറേണ്ടതെന്ന് അറിയില്ല. നമ്മളിനി പണി ഒപ്പിക്കാൻ വരുന്നതല്ല. പോകണണ്ട ആ പോണേ പോയി. അവിടെ റോഡുണ്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ
ഈ കോളേജ് അവിടെ സ്കൂൾ ബസ് പോയി പോയിക്കൂടെ. വീടില്ലേട്ടാ എവിടെ ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറൊന്നും കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് അഫ്സലിക്കണത് മുൻകൈ എടുത്തുകൊണ്ട് തോന്നുന്നു. ബാക്കി അതൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല. സോ നമുക്ക് ഇവിടുത്തെ വ്യൂവും കൂടെ കണ്ടിട്ട് പോകാൻ നോക്കാം. ചുഴിയൊക്കെ ഉണ്ട്. എന്ത് ആ ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂൾ ബസ് അതടി കണ്ടാ അതാ പോണ്. ആ അപ്പം ഇതാണ് ഇപ്പം നമ്മൾ പുഴയുടെ ഒരു വ്യൂ എന്ന് പറയണത്. സംഭവം അത്യാവശ്യം ആഴമുണ്ട്, വെള്ളമുണ്ട്. നമ്മൾ അന്ന് എടുത്ത പോലെയല്ല, ഇപ്പം അത്യാവശ്യം മഴ ഇതല്ല വെള്ളം വന്നിട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക, പുഴയിലോട്ട് ഇറങ്ങാതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ മുങ്ങിയ മരണങ്ങളും ഒഴുക്കിൽപ്പെട്ടുള്ള മരണങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല ഫ്ലോയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. നമ്മളിനി തിരിച്ചു പോവാണ്. മതി, വാ വാ പോവാ മതി. കല്ലും കുല്ലൊക്കെ എടുത്താൽ മതി. ആ എറിഞ്ഞിട്ട് എറിയാം. ഓക്കെ, ആ വെരി ഗുഡ്. ഇനി വാ പോവാ പടച്ചറപ്പേ. ഇതാണ് ഇവര് പുഴയ്ക്ക് കൂടുന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇതിനി എന്താണ് ബിൽഡിംഗ് എന്ന് അറിയില്ല. അങ്ങനൊരു ബിൽഡിംഗ് ഇവിടെ കാണാനുണ്ട്. എന്തിനുള്ളതെന്നാവും. മതിട്ടാ, ഇനി മതി പോവാ. നല്ലൊരു മഴ പാസ്സായിട്ട് വരുന്നുണ്ട്. വാ ക്ലൈമറ്റ് നന്നായിട്ട്. വേഗം കുറച്ചോനെ ഓള് കഷ്ടപ്പെട്ടെടുത്തത് എനക്ക്. മതി വാ. അപ്പം പുഴയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പുഴ കണ്ടു. ഈ ഓഫീസിൽ ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു 4-3 മാസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേന് എനിക്ക് മലപ്പുറത്തേക്ക് വേറെ ജോബ് ഇട്ടിട്ട് ഞാൻ പോയി. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ ദിവസങ്ങളും വർഷങ്ങളും പോകണമെന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 2 വർഷത്തോളം ഇപ്പോൾ ഇങ്ങനെ ആയത്. എത്ര വർഷങ്ങളായി തുടങ്ങിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ 2018 പ്രളയം വന്നപ്പോൾ, ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇത് കൊണ്ട് സ്റ്റാർട്ടായി. അതിലാണ് ഞാൻ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആയി. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ തിരിച്ചിട്ടുണ്ടാകും മിക്കവാറും. ഓള് സമയത്ത് ഉറങ്ങലില്ല. ഏതാ അബിത് കാക്കാനായിട്ട് ഇവിടെ പറയണേ? അബിത് കാക്കാനെ കുറിച്ച് കുറ്റം പറയലട്ടാ. മീഡിയ എങ്ങനെ കാണുന്ന വിചാരിക്കുന്നതോ കുറ്റം പറയണത്. ഓള് മിമിക് ചെയ്യാണ്. അവാർഡോ തൊട്ടൊക്കെ ഏലമ്മ തൊട്. ഏലമ്മ എടാ, ഈ എലമ്മ തൊട്. ആ കണ്ടാ, ഈ എലമ്മ ഇങ്ങനെ തൊട്ടൊക്കെ. ആ തുടങ്ങി. ഇതാണ് ഇവരായിട്ടില്ല ഇവളായിട്ട് വന്നാല്. അവൾക്ക് ചെരുപ്പൂരി നടക്കണം, അവൾക്ക് പുഴയിൽ കൂടെ വെള്ളം ഒഴിച്ച് കളിക്കണം, കല്ലെറിഞ്ഞ് കളിക്കണം. പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് പൊന്തിക്കാൻ നല്ല റിസ്ക് ആയിരിക്കും വെള്ളത്തേക്ക് ഇറങ്ങിയാൽ. ചെരുപ്പൂരിട്ട് നടന്നാലേ കല്ല് കുത്തുള്ളൂല്ലോ വാവൻ്റെ കാലുമേ. ഞാൻ കഴിഞ്ഞ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് തോന്നുന്നു അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷെ അപ്പോഴത്തേനെ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ബെറ്റർ ചേഞ്ച് ആയി. പെട്ടെന്നുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ. അപ്പോൾ മഴ നിൽക്കാതെ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ആവും. പിന്നെ വെള്ളം കൂടും, നിറയും, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം പെട്ടെന്നാണ് വെള്ളത്തിൻ്റെ പ്രവാഹങ്ങളൊക്കെ സംഭവിക്കുന്നത്. ജലപ്രവാഹം. ഓ ആ നമ്മൾ ഈ സൈഡിലേക്ക് പോയില്ല. അപ്പം ഈ ഒരു സൈഡും കൂടെ പോയേക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥകൾ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീരെ സപ്പോർട്ട് ചെയ്യുക. മെല്ലെ അതിലൊന്നും കയറാൻ പറ്റില്ല. മുസ്താക്കുണ്ട്, മുസ്താക്ക ചീത്താറ്. ആര്
മുസ്താഹല്ല മുസ്തഫാക്ക. മുസ്തഫാക്കന്റെ ബൈക്ക് എടുക്കണണ്ടാ. എന്താ ഈ എടുക്കണ്? ചീത്തറിയോ? തോണിലേ കേറിയാലേ തോണിയാണ്ട് ഒഴുകിപ്പോവും. ഓ എന്ത് മതി, ഇനി അങ്ങോട്ട് പോണ്ട. എനിക്ക് പേടിയാവുണ്ട്. പോരെ മതി മതി, പോരെ പോരെ. അല്ലാ, തോണി വെള്ളത്തിലാണേ. ആ തോണിയേ ആണ് പോവും. പിന്നെ ഇജ്ജ് അന്നെ പിടിച്ചാൽ കിട്ടൂല, പോവും തോണി. എവിടേക്കെങ്കിലൊക്കെ പോവും. കിടക്കും. ഇപ്പം കണ്ട ഇതിൽ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടേന് ഫോട്ടോ എടുത്തിന്. പക്ഷെ അന്ന് ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നില്ലല്ലേ. പക്ഷെ ഇപ്പോൾ നല്ല വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പേടിയാവുന്നുണ്ട് പുഴയുടെ ഒരു ഇത് കണ്ടിട്ട്. എനിക്ക് ഓൾറെഡി പുഴ പേടിയാണ്. പുഴ എടുത്താൽ വേണ്ട കാര്യമൊക്കെ നീന്തൊക്കെ അറിയില്ല, നീന്താൻ പഠിച്ചിട്ടില്ല. അതാണ്. വാ വാ കമോൺ. പിന്നീട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പുഴയുടെ അടുത്തല്ലേ നീന്താനൊക്കെ അറിയിക്കാറല്ലോ. പക്ഷെ എനിക്ക് സത്യത്തിൽ നീന്തക്കം അറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു അടിച്ചുണ്ടാകും പറഞ്ഞപ്പോൾ ഇതിൽ പോയി ചാടിയിരുന്നു. അപ്പം എന്താ പറയുക, നീന്താൻ അറിയാത്തതല്ല. ഒന്നാമത് എനിക്ക് ഓർമ്മശക്തി, നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കണം. ആ ഒരു സമയം തൊട്ട് ഇവിടെ കുറേ മരണങ്ങളാണ് എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുമുണ്ട്. നമ്മളെ പെരയിലിരിക്കുമ്പോൾ ഓടി വന്നിട്ട് പോയി ചാടി നിറട്ടെ. പിന്നെ എൻ്റെ കൺമുന്നിൽ ഞാൻ 2 ആൾ, ഒരു ഉമ്മയും മകനും മരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് നിസ്സഹായത അവസ്ഥയിൽ നിന്നിട്ടുണ്ട്, രക്ഷിക്കാൻ പറ്റാതെ. അന്നൊക്കെ നീന്തൊക്കെ അറിയണവർക്ക് പോലും നീന്തിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള നീന്തൊക്കെ അറിയാത്ത ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട്. അപ്പം നമ്മളിവിടെ നിന്ന് പോരുകയാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പം നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരോടും സബ്സ്ക്രൈബർ ഒന്ന് ഹെൽപ്പ് ചെയ്യടോ പ്ലീസ്. അത്രക്കും സപ്പോർട്ടീവ് ആവുക പ്ലീസ്. പിന്നെ ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ കാണാൻ തീരെ പിന്നെ ആ സബ്സ്ക്രൈബർ ഉണ്ടാവില്ല, പോയിണ്ടാവും, അൺഫോളോ അടിച്ചിട്ടുണ്ടാവും, അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. എന്താ അതിൻ്റെ ആവശ്യം എനിക്കറിയില്ല. അത് എൻ്റെ വീഡിയോസ് ആയതുകൊണ്ടാണോ ഐ ഡോണ്ട് നോ. എന്തായാലും കുഴപ്പമില്ല, ബട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. കൂടെ ഉള്ളവരോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഇത് നല്ല കടപ്പാടുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടല്ലോ, മതി. ഇനി വീട്ടിൽ പോവാം. കൊടുലൂര് നമ്മളിപ്പോൾ എവിടെ നിന്ന് വരുന്നേ? പുഴയിന്ന് വീട്ടിൽ പോവല്ലേ? ഹലോ ഗൈസ് പറയുമ്പോൾ പാമ്പ് വരും. ഓളെ കയ്യിൽ ലോജിക്കില്ലാത്ത കുറേ സ്റ്റോറികളുണ്ട്. സോ നമുക്കൊരു കാര്യമില്ല. ആയിക്കോട്ടെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ നിൽക്കും നമ്മുടെ പേര തെച്ചിപ്പൂ മസാണ്ട തുടങ്ങിയ എല്ലാ ജാതി വിഴരുതട്ടാ വെളുക്കും. എന്തുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെളുക്കുന്ന മുറ്റമാണ് നമ്മളത്. സ്ലിപ്പായാൽ പോയിരിക്കും. ദിസ് ഈസ് അവർ ടോയ്. ഞാൻ നമ്മൾ പെരയിലെത്തിയിട്ടുണ്ട്.